ബി.ജെ.പിയും കോൺഗ്രസും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വിജയസാധ്യത ഏറെയുള്ള ഒരു മണ്ഡലമായി കണക്കാക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലമാണ്. അതിനു പിന്നിൽ പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതിലെ പ്രധാന കാരണമായി പറയുന്നത് യു പ്രതിഭാഹരി MLA എന്ന കായംകുളത്തെ MLAയുടെ വ്യക്തിപ്രഭയ്ക്കുണ്ടായ മങ്ങലാണ്. ആ മങ്ങലിൽ ഏറ്റവും പ്രധാനമാകട്ടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഇടത് സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട MLA ആയ യു പ്രതിഭാഹരിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലായി എന്നുള്ളതാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു യു പ്രതിഭാഹരി. പല വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉയരുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടി അത് ശക്തമായ രീതിയിൽ സഭയ്ക്കുള്ളിലും പുറത്തും ചർച്ച ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തതിൻ്റെ രേഖകളൊന്നും ഇല്ല എന്നും എന്നാൽ ഉണ്ടെന്നുമുള്ള വാദങ്ങൾ ശക്തമായി വരുന്നു. എന്തായാലും യു പ്രതിഭാഹരിയുടെ മകൻ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള വാദത്തെ MLA പൂർണ്ണമായും തള്ളി. പക്ഷേ ഇവിടെ മറ്റൊരു നേതാവ് സ്വന്തം മകൻ ലഹരി വസ്തു ഉപയോഗിച്ചതിനെ ശക്തമായ രീതിയിൽ എതിർക്കുകയും അത് തുറന്നു പറയുകയും മകനാണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന തരത്തിലേക്ക് ആർജവമുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. MDMA കേസിൽ മകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ചിരിക്കുകയാണ് VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. തൻ്റെ മകനെ ലഹരി മരുന്നുമായി പിടിച്ചെന്നും സ്വന്തം മകനായാലും തെറ്റല്ലാതാകുന്നില്ല എന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ്. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ വലവീശി കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്നും ചന്ദ്രശേഖരൻ FB പോസ്റ്റിൽ വ്യക്തമാക്കി. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എൻ്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു. സ്വന്തം മകനായാലും തെറ്റല്ലാതാകുന്നില്ല. കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ്? ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ്. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ വല വിരിച്ചിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവം ഉണ്ടായി. നാളെ ആർക്കും ഉണ്ടാവുന്ന ഒന്ന്. ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം. ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, അതൊക്കെ എല്ലാവരും പൂർണ്ണമായും വർജിക്കേണ്ടതാണ് എന്നാണ് എന്നും അഭിപ്രായം. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല. എൻ്റെ മൂത്ത മകനെയും ലഹരി മരുന്ന് കേസിൽ പൂവാർ പോലീസ് പിടികൂടിയ സംഭവമാണ് അത്. അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പക്കൽ നിന്നാണ് MDMA എന്ന ലഹരി വസ്തു പോലീസ് പിടിച്ചത്. കുറഞ്ഞ അളവിലായിരുന്നതിനാൽ അവരെ എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അത് എടുത്തു പറയാൻ കാരണം പിടിച്ച വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും ജാമ്യം ലഭിച്ച വാർത്ത കൊടുത്തു കണ്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ മകനെ സംരക്ഷിക്കാൻ യാതൊരു ശ്രമവും നടത്തില്ല. സ്വന്തം മകൻ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണല്ലോ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കണം. അതിനാൽ തന്നെ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവർ അവരുടെ ജോലി ചെയ്തു. തലമുറകളെ പോലും ഇല്ലാതെയാക്കുന്നതാണ് ലഹരി മരുന്ന്. ഒരു തരത്തിലും ലഹരി മരുന്ന് ഉപയോഗം ന്യായീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. ചില കാര്യങ്ങൾ പറയാനുള്ളത് കേരളത്തിലെ രക്ഷിതാക്കളോടാണ്. നമ്മുടെ കുട്ടികളെ ശരിക്കും കരുതേണ്ടതുണ്ട്. കൂട്ടുകെട്ടുകൾ അടക്കം നമുക്ക് നിയന്ത്രിക്കാനാവുന്നതിന് പരിധിയുണ്ടല്ലോ. പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത്. കുട്ടികൾ അറിയാതെ പോലും ഇതിൽ കുടുങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഐസ്ക്രീമിൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ മിഠായി ആകാം. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ നീരാളിപ്പിടുത്തത്തിലാകും. രാസലഹരി സിരകളിൽ പടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അവർക്ക് അറിയുകയുമില്ല. എക്സൈസും പോലീസുമൊക്കെ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കുകയും വേണം. കറകളഞ്ഞ പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കളങ്കവും ഉണ്ടാകാതെയാണ് ഇതുവരെയും മുൻപോട്ട് പോയത്. വ്യക്തിപരമായി ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും. ലഹരിക്കെതിരെ സ്വന്തം നിലയിലും പ്രസ്ഥാനത്തെ ഉപയോഗിച്ചും പോരാട്ടം തുടരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെല്ലാം അതിന് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പുമാണ്. ഇന്നലെ രാത്രി നെയ്യാറ്റിൻകര തിരുപ്പുറത്ത് വെച്ചാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജി അടക്കം 3 പേരെ MDMAയുമായി പിടികൂടിയത്. ഒന്നാം പ്രതി പെരുമ്പഴുതൂർ സ്വദേശി ശിവജി, തൃശൂർ സ്വദേശി ഫവാസ്, കഴക്കൂട്ടം സ്വദേശിനി സൗമ്യ എന്നിവരെയാണ് പൂവാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 110 മില്ലിഗ്രാം MDMAയും MDMA വലിക്കാൻ ഉപയോഗിക്കുന്ന 2 ഗ്ലാസ് ട്യൂബും കണ്ടെടുത്തു. രാത്രിയിൽ പോലീസ് പെട്രോളിങ്ങിനിടയിൽ റോഡിൽ സംശയാസ്പദമായി കാർ കിടക്കുന്നത് കണ്ട് പരിശോധന നടത്തുകയായിരുന്നു പോലീസ്.
അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും സ്വന്തം മകൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തതിൽ ചിലരൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള കമൻറ്റിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്നാൽ സ്വന്തം മകനെ വീട്ടിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരാൾ എങ്ങനെയാണ് നാടിനെ ശ്രദ്ധിക്കുക എന്ന ചോദ്യവും അതിൽ ഇടയ്ക്കിടയ്ക്ക് ഉയരുന്നുമുണ്ട്.